വെൽക്കം ബാക്ക്. ഇത് ഞങ്ങളുടെ ഉത്തരാഖണ്ഡിലെ ഒരു ഈവനിങ് ഡേ ആണ്. അപ്പോൾ തണുപ്പ് തുടങ്ങിയ സമയത്ത് നല്ല ചൂടുവെള്ളം കുടിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കത് ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി തന്നെ എണീറ്റിട്ട് ചൂടുവെള്ളം കുടിക്കുകയാണ്. കുറച്ച് പണികൾ പെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു, ഫില്ലിങ് കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ സൺഫ്ലവർ തീരാറായി. അങ്ങനെ ബോട്ടിലിൽ ഫില്ല് ചെയ്തിട്ട് ബാക്കിയുള്ളത് ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണ്. എന്താണെന്നറിയില്ല, ഈ നൈനിറ്റാലിൽ ഈ തണുപ്പിൽ എപ്പോഴും പായസം കുടിക്കാനായിട്ട് തോന്നും. അങ്ങനെ ഞാൻ ഒലിവറിനോട് പറഞ്ഞു ഇന്ന് നമുക്ക് പായസം ഉണ്ടാക്കാന്ന്. അങ്ങനെ അവനും ഓക്കെ പറഞ്ഞ് ഞങ്ങൾ പായസത്തിന് വേണ്ടി ആക്കുവാണ്. നമ്മളിന്ന് അടപ്പായസം, പാലട എന്നൊക്കെ പറയാം. ആ പായസം കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനത് വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഈ പാലയുടെ പ്രിപ്പറേഷൻ എനിക്ക് വളരെ സിമ്പിളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഈ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് ഭയങ്കര ഒന്നാമ്പൽ രണ്ടാമ്പൽ ആ ഒരു രീതിക്കല്ല ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ പായസം വേണമെങ്കിലും ഉണ്ടാക്കാൻ ഞാൻ റെഡി ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഈ പാലട. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സമയം 5 മണിയായതുകൊണ്ട് തന്നെ മഞ്ഞിറങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വീഡിയോയിലൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പുറത്തിറങ്ങി. ഡോർ എപ്പോഴും അടച്ചിടും. ഈ ഡോർ തുറന്ന ഒലിവർ ചാടിയതും എന്തായാലും ഞാൻ പെട്ടെന്നായാലും തുറന്ന സമയം കൊണ്ടാവും പുറത്തേക്ക് വന്നു കേട്ടോ. മഞ്ഞിറങ്ങുന്നതുകൊണ്ട് പ്രശ്നം കൊണ്ടാണ് കേട്ടോ അങ്ങനെ പുറത്തിറങ്ങാത്തത്. ഇപ്പോൾ പാലടയൊക്കെ വെന്തു. സിമ്പിളായിട്ട് നമ്മൾ പാലട വേവിച്ചു. അതൊന്ന് നമ്മൾ കഴുകിയെടുത്ത് അതിൻ്റെ പശപ്പൊക്കെ മാറി പച്ചവെള്ളത്തിലൊക്കെ ഇട്ട് അതും ഒന്ന് സ്ട്രെയിൻ ചെയ്തെല്ലാം. ശർക്കരപ്പാനി ഞാൻ മുമ്പേ ഫ്രിഡ്ജിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചെടുത്ത് ഒഴിച്ചു. ഇനിയാണ് മെയിൻ ടിസ്റ്റ്. കുറച്ച് ചൂടുവെള്ളം ബൗളിലെടുക്കുക. 2 സ്പൂൺ ചിയാ സീഡ് എടുക്കുക. ചിയാ സീഡ് തിളച്ച വെള്ളത്തിലിടുമ്പോൾ പെട്ടെന്ന് തന്നെ കുവരും. ഒരു 15 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. ഇത് കുറച്ച് നേരം മാറ്റിയ ശേഷം വേവിച്ച ചവ്വരി അതിനകത്തിട്ട് പാലാണ് കേട്ടോ, തിളപ്പിച്ച പാലാണ് ഒഴിക്കുന്നത്. പിന്നെ നേരെ അത് ഗ്യാസിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുവാണ്. എല്ലാം ഏകദേശം വെന്തതാണ്, പക്ഷേ ഒരു തിളയിൻ്റെ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് നെയ്യെടുത്ത് കാഷ്യൂം കിസ്മിസും എല്ലാം നമുക്ക് വറുത്തെടുക്കാം. ഞാനിതിൽ ഒഴിക്കുന്ന നെയ്യ് വരെ ഈ ഉരുക്കിയ നെയ്യാണ് കേട്ടോ ഒഴിക്കുന്നത്. കാരണം ഓൾറെഡി വെന്ത പായസത്തിൻ്റെ അകത്ത് പച്ച നെയ്യ് ഒഴിക്കുന്നില്ല. 15 മിനിറ്റ് കുതിർത്ത ചിയാ സീഡാണ് കേട്ടോ. ഹൈ റിച്ച് പ്രോട്ടീനാണ്. അപ്പോൾ നമ്മുടെ നമ്മുടെ അടപ്പായസം വന്നിട്ട് ഹൈ റിച്ച് പ്രോട്ടീൻ പായസമാണ് കേട്ടോ. കസ്കസായിട്ട് നമുക്ക് ഇതിനകത്ത് കിടക്കും. ചവ്വരിയുടെ ഒരു തിക്നെസ് കിട്ടും. എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആവും കേട്ടോ. പായസം നല്ല കുറുകുറായിരിക്കും. അപ്പോൾ 2-3 ഏലക്ക ചതച്ചിട്ടു. ഞങ്ങളുടെ ഈ ഹൈ റിച്ച് പ്രോട്ടീൻ പായസം റെഡി ആയിട്ടുണ്ട്. പായസം ആയ ശേഷം ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒലിവറിനെ വിളിച്ചു. അവൻ ഓടി തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒലിവറാണ് ഫസ്റ്റ് കുടിക്കുന്നത്. ചൂടാണോ? മമ്മി എടുത്തരാം. ഊതിക്കേ, ഊത്. കാര്യമായിട്ട് കുടിച്ചില്ലെങ്കിലും കുറച്ചൊക്കെ കുടിച്ചു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ട് വരുന്നവരൊക്കെ ബൈ ബൈ ഫ്രം അഗ്രജീന മൈ സ്റ്റൈൽ.